നമ്മുടെ ആദ്യ ചിത്രം കെവിൻ നായകനെ എത്തിയ തമിഴ് ചിത്രമുള്ള ബ്ലഡി ബെഗറാണ്. നമ്മുടെ നെൽസനാണ് സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്, അതായത് പൈസ ഇറക്കിയിട്ടുള്ളത്. സിനിമയ്ക്ക് പേര് തന്നെ പ്രൊഡ്യൂസർ ബെഗറായി മാറിയിട്ടുള്ള ഒരു സിനിമ കൂടിയാണ്. കാരണം വളരെ നല്ലൊരു കളക്ഷനൊന്നും തീർത്തുന്ന സിനിമയ്ക്ക് നേടുക സാധിച്ചിട്ടില്ല. എന്തായാലും സിനിമയുടെ HD പ്രിൻ്റ് ഇപ്പം ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്ന OTT പ്ലാറ്റ്ഫോം വഴി ലീക്കായി പുറത്തു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ രവി നായകനെ എത്തിയ ബ്രദർ, ഇതും തിയേറ്ററിൽ പരാജയപ്പെട്ട ഒരു സിനിമയാണ്. അതും നമ്മൾ ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം വഴി ഇപ്പോൾ ലീക്കായിട്ട് പുറത്തു വന്നിട്ടുണ്ട്. സിനിമ കാണാൻ താല്പര്യമുള്ളവർക്ക് ടെലഗ്രാം മുഖേനയുള്ള പ്രധാന സ്ഥലങ്ങളിലൊക്കെ സിനിമ വന്നിട്ടുണ്ട് കേട്ടോ. അവിടെ തന്നെ നമ്മുടെ കന്നഡയിൽ നിന്നുള്ള KGFൻ്റെ അപ്പനൊക്കെ എന്ന് പറഞ്ഞ പേരിറക്കിയ സിനിമ മാർട്ടിൻ സിനിമ തിയേറ്ററിൽ നടത്തി. അപ്പോൾ KGFിൽ വെടിക്കെട്ട് പോലെ ഒരു തിയേറ്ററിൽ ഒരു വെടിക്കെട്ട് നിർമ്മിച്ച സിനിമയാണ്. 8 നിലയെ പൊട്ടിയ സിനിമയാണ് കേട്ടോ മാർട്ടിൻ സിനിമ. ഇപ്പോൾ ആമസോൺ പ്രൈം വീഡിയോ വഴി മലയാളം ഉൾപ്പെടെ 5 ഭാഷകളായിട്ട് റിലീസ് നടത്തിയിട്ടുണ്ട്. പരമാവധി സിനിമ കാണാതിരിക്കാൻ ശ്രമിക്കുക. നല്ല വെടിക്കെട്ട് സിനിമയാണ്, പറ്റുന്നവർ സഹിക്കുക. അവിടുത്തെ വിനായകൻ, അവിടെ തന്നെ നമ്മുടെ സുരാജ് വെഞ്ഞാറമൂട് തുടങ്ങിയവർ പ്രധാന ശക്തിയ തെക്ക് വടക്ക് എന്ന് പറഞ്ഞ മലയാള ചിത്രം നവംബർ 19 റിലീസ് നടത്തുമെന്ന് ഇപ്പോൾ കൺഫേം ആയിട്ടുണ്ട്. മനോരമ മാക്സ് വഴിയായിരിക്കും റിലീസ് നടത്തുക. അതുപോലെ തന്നെ നമ്മുടെ അമരൻ തിയേറ്ററിൽ വളരെ വലിയൊരു വിജയമായിക്കൊണ്ടിരിക്കുന്ന, ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്ന 250 കോടി ക്ലബ്ബ് കൈവരിച്ച നമ്മുടെ ശിവകാർത്തികേയൻ സിനിമയിലുള്ള അമരൻ ഇപ്പോൾ 2 ആഴ്ച പിന്നിട്ടു. ഇപ്പോൾ സിനിമയുടെ HD പ്രിൻ്റ് ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്ന OTT പ്ലാറ്റ്ഫോം വഴി ലീക്കായി പുറത്തു വന്നിട്ടുണ്ട്. നല്ല സൂപ്പർ മൂവിയാണ്, കാണാൻ പറ്റുന്നവരൊക്കെ കാണാൻ ശ്രമിക്കുക. തിയേറ്ററിൽ പോയി അത്രക്ക് നമ്മുടെ പാവപ്പെട്ടവൻ്റെ പ്ലാറ്റ്ഫോമായ എല്ലായിടത്തും എത്തിയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ അത് സംഭവിച്ചിരിക്കുകയാണ്. നമ്മുടെ ദുൽഖർ സൽമാനും 100 കോടി ക്ലബ്ബ് കൈവരിക്കാൻ സാധിച്ചിരിക്കുകയാണ്. മമ്മൂട്ടിക്ക് പോലും സാധിക്കാത്ത ആ 100 കോടി ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ ബാലികറ മലി ഷേമല നമ്മുടെ ദുൽഖർ സൽമാനും കയറിയിരിക്കുകയാണ്. മലയാളത്തിൽ നല്ല സിനിമ അല്ല എന്നിട്ട് കൂടി സിനിമയ്ക്ക് മലയാളത്തിലും നല്ല സൂപ്പർ നല്ല ഹെവി കളക്ഷൻ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം 100 കോടി ക്ലബ്ബിൽ ഇടപിടിച്ച തെലുങ്ക് ചിത്രങ്ങൾ വളരെ ചുരുക്കം പേരുണ്ട്. അതിലിപ്പോൾ ഒരു പ്രധാനപ്പെട്ട തെലുങ്കന്മാരുടെ ദത്തുപുത്രനായി നമ്മുടെ DK മാറിയിട്ടുണ്ട്. എന്തായാലും സിനിമയുടെ OTT അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. നെറ്റ്ഫ്ലിക്സ് ആണ് ലക്കി ഭാസ്കറിൻ്റെ OTT അവകാശമൊക്കെ വാങ്ങിച്ചിട്ടുള്ളത്. സിനിമയുടെ OTT റിലീസ് ഈ വരുന്ന നവംബർ ലാസ്റ്റ് വീക്കോട് കൂടിയായിരിക്കും നടത്തുക. മാക്സിമം നവംബർ 30 അടുപ്പിച്ച് സിനിമയുടെ OTT റിലീസ് പ്രതീക്ഷിക്കാവുന്നതാണ്. ഉടൻ തന്നെ സിനിമയുടെ ഒഫീഷ്യൽ കൺഫർമേഷൻ പുറത്തു വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രമാണ് നമ്മൾ ഇന്നത്തെ OTT മൂവി അപ്ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനുവേണ്ടി ഇതുപോലെ അറിയാൻ വേണ്ടി മൂവി അപ്ഡേറ്റ്സ് നിങ്ങളുടെ മുന്നിലെത്താൻ വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ.